എല്ലാ മാർവൽ ഫാൻസിൻ്റെയും ഒരു ഹോപ്പായിരുന്നു റൂസോ ബ്രദേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാറും ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം, അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്ത കാലം തൊട്ട് ഇങ്ങനെ ഒരു നല്ല 2 സിനിമകൾ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി റൂസോ ബ്രദേഴ്സ് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസായി, ഇത് ഇലക്ട്രിക് സ്റ്റേറ്റ്. സംഭവം കട്ട ഫ്ലോപ്പായിരുന്നു സിനിമ. അത് കണ്ടു കഴിഞ്ഞിട്ട് കെവിൻ ഫീജിന് എന്നൊരു ഡൗട്ട്, ഇനി ഇവരെങ്ങാണോ ഈ 2 സിനിമ ഡയറക്റ്റ് ചെയ്ത് കുളമാക്കുമോ എന്നുള്ളത്. ആക്ച്വലി ഇലക്ട്രിക് സ്റ്റേറ്റ് ഇവരല്ല എഴുതിയിട്ടുള്ളത്, ഇത് വേറൊരു റൈറ്ററാണ്, അത് നോവലിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് പാട്ടോർ. എന്തായാലും എനിക്ക് തോന്നുന്നില്ല മാർവലിന് വേണ്ടിയിട്ട് ഒരു ആവറേജ് സ്റ്റോറി എഴുതി ഡയറക്റ്റ് ചെയ്യുമെന്ന് റൂസോ ബ്രദേഴ്സ്. കാരണം പ്രീവിയസ് സിനിമകൾ നോക്കുകയാണ്, ഇപ്പോൾ ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം നോക്കുകയാണെങ്കിൽ അത് മാർവലിൻ്റെ ബെസ്റ്റ് സിനിമകളാണ്. അപ്പം അതിന് മുകളിൽ നിൽക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ അത്രയും നല്ല സ്റ്റോറി ഇവർ എഴുതുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. പറയാൻ പറ്റില്ല, ഇനി എങ്ങാനും പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ. കാരണം മാർവലിൻ്റെ ഒരു കണ്ടീഷൻ അതാണ്. ഇപ്പം നോ വേ ഹോം കഴിഞ്ഞിട്ട് ആകെ വന്നൊരു ഹിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനാണ്. അതിപ്പം അതെങ്ങനെയാണ് വന്നത് നമുക്കറിയാം. അതൊക്കെ ഒരു എക്സ്ട്രീംലി ഒരു വൺ ടൈം അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയൊരു ഭാഗ്യമാണ്, അല്ലാണ്ട് ആ ഒരു റിപ്പീറ്റേഷൻ ഒന്നും ഇനി വരില്ല. അപ്പം വേണ്ടത് ഈ റൂസോ ബ്രദേഴ്സ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എൻഡ് ഗെയിം പോലെ അല്ലെങ്കിൽ ഇൻഫിനിറ്റി വാർ പോലെയോ അല്ലെങ്കിൽ നോ വേ ഹോം പോലെ ഒരു സിനിമയാണ് വേണ്ടത്. അപ്പം അതേപോലെ ഒരു സിനിമയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇവരെങ്ങനെ ഡയറക്റ്റ് ചെയ്യും, എന്ത് ചെയ്യും എന്ന് കണ്ടറിയേണ്ടി വരും.